ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. നമ്മളിപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എങ്ങോട്ടാ പോകാൻ. ഇന്ന് പറയാണ് ഗൈസ്, ഞങ്ങളിപ്പോൾ ഡൽഹി, ആന്ധ്ര, ജയ്പൂറാണ് ഗൈസ് പോകുന്നത്. ഇപ്പോൾ എയർപോർട്ടിലാണുള്ളത്. ഞങ്ങളിപ്പോൾ കയറാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ഇനി ഞാൻ അകത്തെത്തിയിട്ട് ഞാൻ പറയാം. അപ്പോൾ അകത്തെത്തിയിട്ട് ഗൈസ്, ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു കാര്യം മറന്നുപോയി ഗൈസ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓർക്കേണ്ടിയിരുന്നു. ഞങ്ങൾ ആധാർ കാർഡ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് അതിൻ്റെ ടെൻഷൻ ഇതൊക്കെ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല ഗൈസ് ബാക്കി. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉള്ളിൽ കയറിയിട്ടാണ് ഗൈസ് എടുത്തത് ഗൈസ്. പിന്നെ ഉള്ളിൽ കയറിയ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ ഒച്ചയൊക്കെ. ഞങ്ങളിപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ സെക്യൂരിറ്റി ചെക്കിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, എയർപ്ലെയിനിൽ കയറാൻ പോവുകയാണ് ഗൈസ്. ആണല്ലേ ഗൈസ്, ഇത്ര നേരം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. തിരക്കിലായിരുന്നു. ഞങ്ങൾ എയറോപ്ലെയിനിൽ കയറി ഗൈസ്. എയറോപ്ലെയിനിലാണ് കണ്ടു. ഇനി ഇത് എയറോപ്ലെയിൻ എടുക്കുമ്പോൾ ഞാൻ കരയോന്നും പറയാൻ പറ്റില്ല ഗൈസ്. എടുക്കുന്ന സമയത്ത് കരയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എടുക്കാനാവും പോണുള്ളൂ ഗൈസ്. ഇത് കേറിയതാണ് എനിക്ക് ഗൈസ്. എയറോപ്ലെയിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. പേടിയുണ്ടോ ചോദിച്ചാൽ പേടിയുണ്ട്, ഇല്ലേ ചോദിച്ചാൽ ഇല്ല. ഗൈസ്, ഞങ്ങളിപ്പോൾ മുകളിലെത്തി ഗൈസ്. മേഘത്തിൻ്റെ നടുക്ക് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ലാൻഡൊക്കെ ചെയ്യാനാവുമ്പോഴത്തേക്കും വരാം ഗൈസ്. ബൈ ബൈ ഗൈസ്. ചെറുതായിട്ടൊക്കെ ലാൻഡായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ലാൻഡ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. ഗൈസ്, ലാൻഡ് ആയിട്ടുണ്ട്. ഗൈസ്, എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് മിന്നു ഒരു ഹായ് വിട് ഗൈസ്. എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യത്തില്ല. കണ്ണ ഒരു ഹായ് കൊടുത്തേ ഗൈസ്. എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലാണ്. ഗൈസ്, എയർ ഹോസ്റ്റേഴ്സ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അമ്മൂനോടും അച്ഛനോട് ചോദിച്ചു ഗൈസ്, നിങ്ങൾ ട്വിൻസ് ആണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞ അവർ സിസ്റ്റേഴ്സാണ് ഗൈസ്. നിങ്ങൾക്ക് ട്വിൻസിനെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇനി ബാഗ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോവാണ്. ഇപ്പം പറയണ ഒന്നും കേൾക്കത്തില്ല ഗൈസ്. ഇതെൻ്റെ അനിയനാണ്. അവന് അവിടെ നിന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ആ ട്രോളി കയറ്റിയിട്ട് അവനെ ഉന്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവനത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അപ്പോൾ അവൻ
ഉന്തിക്കളിക്കുമ്പോൾ അവൻ നിർത്താൻ സമ്മതിക്കില്ല, അവനത് ഓടിക്കൊണ്ടേയിരിക്കണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ബസ് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. അപ്പോൾ ബസ്സിലെത്തിയിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ 27 പേരുള്ള പാക്കേജിലാണ് പോകുന്നത്. അവരൊക്കെ പുറത്തുണ്ട് ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി. ഇപ്പോൾ ഞങ്ങൾ ബസ് കാട്ടി തരാം ഞങ്ങളെ. ഹായ് വിനു, റിവ്യൂ ഒരു ഹായ് പറ. ഹായ് കണ്ണാ ഒരു ഹായ് പറ. ഗൈസ് ഞങ്ങളുടെ ബസ്സിന് ആകെ 27 പേരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം. കുറേ സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ ഒരു സീറ്റിൽ ഒരാളൊക്കെ വെച്ച് വേണമെങ്കിൽ ഇരിക്കാം. ആകെ 27 പേരുള്ളൂ. അപ്പോൾ ബസ് എടുത്തു. ഹായ് പറ. ഗൈസ് നമ്മളിപ്പോൾ ആഗ്രയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ബസ് എടുത്ത് കുറച്ച് നീങ്ങിയിട്ടുണ്ട്. ഇവിടെ ബാക്കില് കണ്ണനൊക്കെ കളിയാണ്. വാശി പിടിച്ചിരിക്കുവാണ്. ഇവിടെ ബാക്കിലേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു ഗൈസ്. അതല്ല, കണ്ണൻ ഇവിടെ കുറെ ഇരിക്കാനും ഉണ്ട്, കിടക്കാനും സ്ഥലമുണ്ട്. എന്ത് വേണേലും കണ്ണന് ചെയ്യാം. ഞാൻ എല്ലാവരും കാട്ടി തരാവേ. അറിയില്ലേ? ആ റെഡ് ഉടുപ്പിടുന്നുണ്ടോ അതാണ് ഞങ്ങളുടെ ബ്രൈഡ് ഗൈസ്. എല്ലിക്കുട്ടഞ്ചാട്ടിയാണ്. ഇവിടെ ഒരാൾ ഇവിടെ കിടന്നു, ഇവിടെ കിടക്കുന്നു, ഒരാൾ ഇവിടെ കിടക്കുന്നു, അവിടെ ഇരിക്കുന്നു ഗൈസ്. അയ്യോ, എന്തിനാണ് വിളിച്ചത്? ഗൈസ് ഞങ്ങൾ ഇവിടെ വിട്ട് പോയി. ബൈ ബൈ. ഞാനിനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അതുവരെ ബൈ ബൈ ഗൈസ്. അച്ചുവിന്റെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് അച്ചുവിന്റെ സെൻഡ് ഓഫ് ആയിരുന്നു. പക്ഷെ അവൾക്ക് ഭയങ്കര വിഷമം. അച്ചുവിന്റെ ഫ്രണ്ട്സിനെ ഇവളുടെ വിഷമം തീർത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരാള് കട്ടൻ ചായ ബുക്ക് ചെയ്ത് ബ്ലാക്ക് ടീ വന്നത്. ഇതെന്താ അമ്മ വന്നത്? കടുപ്പ് എന്താ ചായ എന്നും പറയാൻ പറ്റില്ല, കാപ്പി പറയാൻ മണ്ണിട്ട കയറും. എന്തൊക്കെയൊക്കെ താഴോട്ട് പൊടിഞ്ഞുകൊണ്ടുണ്ടായിരുന്നു ഗൈസ്. മണ്ണായിട്ട് ഇങ്ങനെ മുകളിൽ ഇതാവൂലേ, എന്തൊക്കെയൊക്കെയോ താഴോട്ട് പോകണുണ്ട് മണ്ണ് താഴെ പോണ്. പിന്നെ എല്ലാവരും ഇതേ ഐസ്ക്രീം വെച്ച് വാങ്ങി. ഞാൻ മാത്രം ഒന്നും വാങ്ങിയില്ല. ഇതാട്ടോ പിന്നെ ടോയ്ലറ്റ് എടുത്തരാം. ഇവിടുത്തെ വ്യൂ കാണിത്തരാം. വ്യൂ നോക്കുമ്പോ ആദ്യം കാണുന്നത് കരണ്ട് കമ്പിയാ ഗൈസ്. കരണ്ട് കമ്പി കേട്ടോ ഗൈസ് ആദ്യം തന്നെ വ്യൂവിൽ വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ബസ് ഗൈസ്. പിന്നെ ഒരു TV ഉണ്ട്. പിന്നെ ഇതാണ് ഗൈസ് ഒരു ബെഡ്. ഇത് ഞങ്ങളുടെ ബെഡ് ഗൈസ്. ഇത് എൻ്റെ ഒറ്റയ്ക്കുള്ള ബെഡ്. ഇത് ഇവിടുത്തെ മിനി ഫ്രിഡ്ജ്, അലമാര ഗൈസ്. ഇതിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കുറച്ച് ഹാങ്ങർ ഉണ്ട്, വേറെ ഇതില്ല. നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കാലി ഫ്രിഡ്ജ് ഓൺ പോലല്ല നോക്കുവേൻ. എന്താണ് ഇവിടെ പണി? ഞാനിവിടെ കുലുക്കി സർബത്ത്. ഇതിന്റെ പേര് കുലുക്കി സർബത്തല്ല, ക്യാപ്പച്ചിനോ. നന്നായിട്ട് കുലുക്കിക്കോ. വേണ്ട, എറിഞ്ഞല്ല അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞ നല്ലൊരു ഇത് പറഞ്ഞുതരാം. ഇനി എക്സ്പേർട്ട് വിളിക്കുന്നുണ്ടോണേ. ഷോക്ക് അടിപ്പിക്കില്ലേ
ഗൈസ് ഇവിടെ ഒരു മത്സരം ഉണ്ട് ഗൈസ്. ഏറ്റവും കൂടുതൽ ഷോക്ക് അടിക്കുന്ന ആൾക്ക് മത്സരം. ഇവർ ഏത് സമയവും ഷോക്ക് അടിക്കുന്നത്. മുടിയിൽ നിന്ന് ഞങ്ങളൊന്ന് തൊട്ടാല് എല്ലാത്തിൽ നിന്നും ഷോക്ക് അടിച്ച് സൂപ്പർ ആയിരിക്കും. ആരോ വന്നിട്ടുണ്ടല്ലോ. ഓ വലിമോവൻ. ഹായ് ഹായ്. എന്താണ് എല്ലാരും ഒരു ഹായ് പറയൂ. ചന്ദൂര് ബ്ലോഗാണ്. ചന്ദൂര് ബ്ലോഗ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ പറ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ഇത് നമുക്ക് എന്നാ പോസ്റ്റ് അല്ല നോക്ക് പിന്നെ 9,000 ഒരു ഗ്ലാസ് 50,000. ഇവരുടെ റൂമിത്തെ താക്കോൽ കാണില്ല. താക്കോലില്ല, റൂമിൽ ലോക്കായി പോയി ഇവരെ തുറക്കുന്നില്ല. അതുകൊണ്ട് താഴത്തെ ആൾക്കാർ പോയി മെയിൻ ഷെഫ് പോയി. അതുകൊണ്ട് വരുന്നത് ഞാൻ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോ ഇത് അതിലോട്ട് റെഡിയാക്കാൻ പോണ മെയിൻ ഷെഫ് വന്നിരിക്കുന്നു. അപ്പൊ എല്ലാം വയ്ക്കേണ്ടത് മെയിൻ ഷെഫ് എതിരെ വയ്ക്കണ്ടേ? ഇത് പഞ്ചസാര ഇട്ടോ? ഓ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ഇത്രയും കൂടി ഉണ്ടാകും. നമുക്ക് ഒന്നും കൂടെ കൊടുക്കാം. അത് കൊണ്ടെടുത്തോ ഗൈസ്. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. ട്രൈസ് ആണ് ഗൈസ്. തിക്നെസ് കുറവാണ്, കടുപ്പം കൂടുതലാണ്. കുഴപ്പമില്ല. ഇതിപ്പോ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ചെറിയൊരു സെറ്റപ്പിൽ ഉണ്ടാക്കുന്നില്ല. എങ്ങനെയുണ്ട്? 10 എത്ര മാർക്ക് തരും? 10 ഒരു 6. 6 മാർക്കുകളുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അത് കടുപ്പം കൂടിപ്പോയി. അത് മാത്രമേ നമ്മൾ ഇട്ടാ കുറഞ്ഞു. ഇനി ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഗൈസ് ഓൺലി ട്രൈയിങ്. വേഗം കുടിച്ചോണം നിർത്ത്. ഗൈസ് ഒന്ന് ഒരു എന്തോ ഒരു കടുപ്പം കൊള്ളുവാണ്. കടുപ്പം കൂടിപ്പോയി. ഞാൻ പറഞ്ഞില്ല ഗൈസ് പക്ഷെ ഇതില് പാൽ ചായ പോലെ ഉണ്ട്. ഇത് പാൽ ചായ പക്ഷെ ഇതില് കടുപ്പം കൂടി. അപ്പൊ അതിലൂടെ കൂടെ ഒഴിച്ചേക്ക് ഇപ്പൊ കാണായിരുന്നു. ചെറുതായി അളവ് കുറച്ചതായിപ്പോയി. പാൽപ്പൊടി റെഡി ആയില്ല. നമുക്ക് അച്ഛന്റെ റിയാക്ഷൻ കാണാം ഗൈസ്. എല്ലാരും ശ്രദ്ധിച്ചോളൂ അച്ഛന്റെ റിയാക്ഷൻ. അച്ഛന് പാല് കുറവടി. ഞാൻ എന്റെ അടുത്തുണ്ട്. എന്റെ അടുത്ത് പിടിച്ചോ. റിയാക്ഷൻ ഗൈസ്. എന്താണ് ഇത്? മധുരം കുറഞ്ഞ ടേസ്റ്റ് അല്ലേ? ഇത് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അല്ലേ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുന്നത്. എന്നോട് ചോദിച്ചു ഇത് കളിച്ച് വെച്ചേക്കും. അത് ഇന്ന് ഇവിടെ റെഡി ആയില്ല. ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേ. ഞാൻ 10 ഒരു 1/2 മാർക്ക് കൊടുക്കും. അതെന്നെ കൂടുതലാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കഴിയുന്നവരും ബൈ ബൈ. അപ്പൊ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.